അമ്മേ, ഇത്തവണ ഓണത്തിന് ഞാൻ നേരത്തെ എന്റെ വീട്ടിൽ പോവേ. കഴിഞ്ഞ തവണ ഇവിടെ അവിട്ടാ ഒരുങ്ങുന്നേന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകാനും പറ്റിയില്ല, ആരെയും കാണാനും പറ്റിയില്ല. അതുപോലെ ഇത്തവണ പറ്റത്തില്ല. എനിക്കിപ്പോ നേരത്തെ പോയേ പറ്റൂ. തിരുവോണത്തിന് ചോറും കഴിച്ചിട്ട് ഞാൻ നേരത്തെ വീട്ടിൽ പോകും. അയ്യോ, അവിട്ടത്തിന്റെ അന്നോ? അവിട്ടത്തിന്റെ ഒന്നും നീ ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനാ? അവിട്ടത്തിന്റെ ഒന്നല്ലേ എല്ലാരും വരുന്നത്. ഈ വയ്യാത്ത എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് നിനക്കറിയാമല്ലേ? അമ്മയ്ക്ക് വയ്യ, നീ വരുന്ന എല്ലാവർക്കും അറിയാല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് ജോലി ചെയ്യണം. എനിക്ക് എന്തായാലും പോണം. വരുന്നവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതേ നിന്റെ വീട്ടിലെ രീതികളാ. ഇവിടെ ഞാനത് പഠിച്ചിട്ടില്ല. ഇനി എപ്പോഴത്തെ കണക്ക് പറഞ്ഞു എന്റെ വീട്ടുകാരാ പറയണ്ട. ഇത് സ്ഥിരമുള്ള പരിപാടിയാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, അവിട്ടത്തിന്റെ ഒന്ന് രാവിലെ എല്ലാം വെച്ചിട്ട് 9 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ പൊക്കോളാം. അതേ പറ്റത്തുള്ളൂ. നീ രാവിലെ 9 മണിയാവുമ്പം വെച്ചിട്ട് പോയാലേ ഈ ഉച്ചയാവുമ്പോഴത്തേനെ എല്ലാം വളിച്ചു പോകും. ഈ വളിച്ചതും പുളിച്ചതുമാണോ ഈ വരുന്നവർക്ക് വിളമ്പി കൊടുക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് വയ്യാത്തതും വരുന്നവരെ സൽക്കരിക്കലും ഒന്നും അല്ല നിങ്ങളുടെ ഉദ്ദേശം. ഞാൻ എന്റെ വീട്ടിൽ പോകരുത്. അപ്പൊ എന്തായാലും ഞാൻ പോകും. നിനക്ക് വീട്ടിലോട്ട് പോകണമെങ്കിലേ ഓണം കഴിഞ്ഞിട്ട് പോണം. ഓണം കഴിഞ്ഞിട്ട് പോകുമ്പോഴെന്തോ എല്ലാവരും നാട് വിട്ടു പോവോ? എന്നാ ഒരു കാര്യം ചെയ്യും, അവിട്ടത്തിന് വരുന്നവരുടെ പറ ഓണം കഴിഞ്ഞിട്ട് വരാൻ. അവര് നാട് വിട്ടങ്ങ് പോകുന്നില്ലല്ലേ.